ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട സുർക്കയാണ്. ഇത് തലേ ദിവസം കുതിർത്ത് വെച്ചിരുന്ന അരി, പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി അരച്ച് കുറച്ച് 1 കപ്പ് ചോറും ചേർത്ത് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ 1 കപ്പ് ചോറും ചേർത്ത് ചെറിയ ഉള്ളി, ജീരകം ഒക്കെ ചേർത്ത് അരച്ചെടുത്തതാണ്. ഇതിൽ ഉപ്പും ചേർത്ത് കുറച്ച് ജീരകം ഇട്ട് വെച്ചിട്ട് ഇപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മുട്ട കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ അരച്ച് വെച്ചിരിക്കുന്നതിനകത്ത് ചേർക്കാനുള്ളതാണ് കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, ഇച്ചിരി ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, സവാള ഉള്ളിയാണ്, കുറച്ച് ക്യാരറ്റും. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മുളക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിതിലോട്ട് മുളക് ഇട്ട് കൊടുത്തു, മല്ലിയില ഇട്ട് കൊടുക്കാം, ക്യാരറ്റ്, ഉള്ളി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അങ്ങനെ സുർക്ക ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ചട്ടി വെച്ചു ചൂടായി അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആ എണ്ണ ചൂടായി നന്നായിട്ട് എണ്ണ തിളയ്ക്കുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്പൂൺ വെച്ച് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് എണ്ണ കോരി ഒഴിച്ച് കൊടുക്കണം. അപ്പം അത് നന്നായിട്ട് പൊങ്ങി വരും. തിരിച്ചിട്ട് കൊടുത്തേ. അങ്ങനെ നമ്മൾ മുട്ട സുർക്ക റെഡിയായി വരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത്. പക്ഷെ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ അറിയാം എന്തായെന്ന്. അപ്പം നമ്മുടെ സുർക്ക റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കൻ കറിയുടെ കൂട്ടത്തിൽ കഴിക്കാം. ചിക്കൻ കറി ഇല്ലെങ്കിലും ഇത് കഴിക്കാം കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാൻ പോവാം. ഓക്കേ, ബൈ.